നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചാനലിന്റെ തലവര തന്നെ മാറും. നമുക്കറിയാം, ഒരു 2 വർഷം മുമ്പ് വരെ കേരളത്തിലെ എത്ര ക്രിയേറ്റേഴ്സിന് സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഷോർട്സ് വന്നതിന് ശേഷം ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ചാനലുകൾക്കും ഈ പറയുന്ന സിൽവർ പ്ലേ ബട്ടനും ഗോൾഡൻ പ്ലേ ബട്ടനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമായിട്ട് മാറി. ഷോർട്ട് വീഡിയോസ് വന്നതിന് ശേഷമാണ് ഈ പ്ലേ ബട്ടൺ കോമൺ ആയിട്ട് എല്ലാവരുടെ കയ്യിലേക്കും വരാനായിട്ട് തുടങ്ങുന്നത്. അതിന് മുമ്പ് ഈ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വർഷങ്ങൾ കിടന്ന് കഷ്ടപ്പെടുമ്പോഴാണ് ഈ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി ഒരു പ്ലേ ബട്ടൺ കിട്ടുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇന്ന് എല്ലാവരുടെയും പ്ലേ ബട്ടൺ ഉണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ പ്ലേ ബട്ടൺ മേടിച്ചിരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഷോർട്ട് വീഡിയോസിന്റെ പവർ മനസ്സിലാക്കാൻ പറ്റും. ചില യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, 15-20 ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് കാണും. പക്ഷേ അവരുടെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അവരുടെ ലോങ് വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 15 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളവർക്ക് ആ ലോങ് വീഡിയോസിന് ചിലപ്പോൾ 1000 വ്യൂ 1500 വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ അവരുടെ ഷോർട്സിന് മില്യൻസ് ആയിരിക്കും വ്യൂ. അപ്പൊ ആ ചാനൽ മൊത്തം റൺ ആകുന്നത് ആ ഷോർട്സിന് ബേസ് ചെയ്തുകൊണ്ടാണ്, ഷോർട്ട് വീഡിയോസിനെ ബേസ് ചെയ്തുകൊണ്ട്. അവരുടെ ചാനൽ മാത്രമല്ല, നമ്മുടെ ചാനലിലും മില്യൻസ് വ്യൂ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് ഇടയ്ക്ക്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ഇൻസ്റ്റയിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഏതൊരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം ആണെങ്കിലും എല്ലായിടത്തും അൽഗോരിതം ഏകദേശം ഒരേപോലെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് എനിക്ക് 9 വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. പക്ഷേ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് തൊട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ റെഗുലറായിട്ട് ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഈ 2 മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30,000-35,000 ഫോളോവേഴ്സിന് എനിക്ക് കിട്ടി. അതിനിടയ്ക്ക് ഒരു 4-5 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും 1-2 വീഡിയോസ് 1 മില്യൺ മേളിൽ റീച്ചിലേക്കും പോകുന്നുണ്ട്. അപ്പം എനിക്കൊരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ റീൽ ആയിക്കോട്ടെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 9 വർഷം മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഒരു രീതിയിൽ ഞാൻ കയറി ചെയ്തിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ റെഗുലർ ആയിട്ട് ഒരു 10 വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആ 10 വീഡിയോയിൽ 2 വീഡിയോ 1 മില്യനും 2 മില്യനും ഒക്കെ പോയി. അതിലൂടെ എനിക്ക് കൂടുതൽ ഫോളോവേഴ്സ് വരാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഞാൻ ഇട്ട വീഡിയോകളിലെല്ലാം മിക്ക വീഡിയോകളിൽ നല്ല റീച്ച് വരാൻ തുടങ്ങി. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വീഡിയോകൾ 1 മില്യൺ 2 മില്യൺ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പല വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 1 മില്യന് മേളിലേക്ക് പോകുന്നുണ്ട്. അതിലൂടെ എനിക്ക് കുറേയധികം ഫോളോവേഴ്സിന് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നുണ്ട്. സെയിം തന്നെയാണ് യൂട്യൂബിലും. യൂട്യൂബിൽ ഇപ്പം നമ്മളൊരു 4, 5, 10 വീഡിയോ ചെയ്തു, ഒരു വീഡിയോയും അങ്ങോട്ട് കയറുന്നില്ല, റീച്ച് വരുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുക. ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും അവിടെ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുക. ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആ സിസ്റ്റത്തിന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഊടായ്പ കളിച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉള്ള പരിപാടിയാണെന്ന് അതിന് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ സിസ്റ്റത്തിന് മനസ്സിലാകുമ്പോൾ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് ഇൻസ്റ്റാഗ്രാമിൽ ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുക. റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുക. അപ്പം ഡെയിലി എത്ര വീഡിയോ ചെയ്യണമെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഡെയിലി ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ചെയ്യുക. 2 വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിലും നല്ല കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും 2 വീഡിയോസ് ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഒരു വീഡിയോ എങ്കിലും റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 60 വീഡിയോ എങ്കിലും നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. യൂട്യൂബ് ഷോർട്ട് ചാനൽ നിങ്ങൾക്ക് ഷോർട്സിൽ ഏതെങ്കിലും വൈറലാക്കി കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 60 വീഡിയോ എങ്കിലും ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഈ 60 വീഡിയോയിൽ ഒരു വീഡിയോ വൈറലാകും എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. കാരണം ഞാൻ അത് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയാണ്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു ടാർഗറ്റ് തന്നെ ഫോക്കസ് ചെയ്തിട്ട് 60 വീഡിയോകൾ ചെയ്യുക. എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ട് വ്യൂ ഉണ്ടാക്കി വൈറലാകാം എന്ന് കരുതരുത്. അങ്ങനെ ആയാലും അതുകൊണ്ട് പ്രയോജനം ഇല്ലാതാവും. നമ്മൾ ഷോർട്ട് വീഡിയോ ആണെങ്കിലും അത് ചെയ്യുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോ ചാനലിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ വേണം. നമ്മുടെ ചാനലിന് ഒരു തീം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചുമ്മാ കുറെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചറിലും പ്രയോജനം ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് റെഗുലർ ആയിട്ട് വീഡിയോകൾ ചെയ്യണം. അടുത്തായിട്ട് പറയാനുള്ളത്, ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വീഡിയോയുടെ ടൈം ഡ്യൂറേഷൻ. 1 മിനിറ്റ് വരെ നമുക്ക് 60 സെക്കൻഡ് വരെ 59 സെക്കൻഡ് വരെ നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷേങ്കിൽ ഈ 59 സെക്കൻഡും വലിച്ചു നീട്ടി വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഷോർട്ട് വീഡിയോ കാണാൻ വരുന്നവർ അല്ലെങ്കിൽ റീൽസ് കാണാൻ വരുന്നവർ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാര്യം കഴിഞ്ഞു പോവുക, അടുത്ത റീലിലേക്ക് പോവുക അല്ലെങ്കിൽ അടുത്ത ഷോർട്സിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ വലിച്ചു നീട്ടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. ഈ ഷോർട്സിലും
റീൽസിലും ഞാൻ റീൽസിന്റെ ഇടയ്ക്ക് കയറ്റി പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ വേറെ വിചാരിക്കേണ്ട. ഷോർട്സിലും റീൽസിലും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളുടെ റീൽസ് എത്ര നേരം ആളുകൾ വാച്ച് ചെയ്യുന്നു, എത്ര നേരം എൻഗേജ് ആവുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ വീഡിയോ കൂടുതൽ റീച്ചിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എത്രയും കുറച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിരിക്കും. നിങ്ങൾ ഈ 60 വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, 60 വീഡിയോ കണ്ടിന്യൂസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 60 വീഡിയോയിൽ ഒരു ഒന്നരയിട്ടുള്ള വീഡിയോകൾ ഒരു 20 സെക്കൻഡിന് താഴെയുള്ള വീഡിയോകളാക്കി ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഒരു 30 സെക്കൻഡിൽ തീർക്കേണ്ട വീഡിയോ നിങ്ങൾ 20 സെക്കൻഡിലേക്ക് കട്ട് ചെയ്ത് ഒന്നും അല്ലാതാക്കി കളയരുത്. 20 സെക്കൻഡിന് പറ്റിയ വീഡിയോകൾ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആക്കി അതുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഈ ടൈം ഡ്യൂറേഷൻ കുറയുന്നതിലൂടെ നിങ്ങളുടെ വീഡിയോകളിൽ കൂടുതൽ റീച്ച് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഏത് ടൈപ്പ് വീഡിയോ ആണെങ്കിലും, അതിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ, ട്രാവലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക് ആയിക്കോട്ടെ, എന്ത് സംഭവം ആണെങ്കിലും ഒരു ഹുക്ക് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് ഷോർട്ട് വീഡിയോസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹുക്ക്. നമ്മളെ ആ ഒരു വീഡിയോയിലേക്ക് ഒരാൾ സ്വൈപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ അവൻ തീരുമാനിക്കും അവൻ ആ വീഡിയോ കാണണോ വേണം. ആദ്യത്തെ ഒരു 3-4 സെക്കൻഡിനുള്ളിൽ അവൻ ഡിസൈഡ് ചെയ്യും ഈ വീഡിയോ കാണണോ വേണ്ടത്. ഈ 4 സെക്കൻഡിനുള്ളിൽ നമുക്കൊരു ഹുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ആ വീഡിയോ മൊത്തം അവരെ കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വീഡിയോ മൊത്തം വാച്ച് ചെയ്യും. അപ്പം വീഡിയോ കൂടുതൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റെക്കമെൻഡേഷൻസ് ഉണ്ടാവും. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ ചെയ്യുക. എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ എൻഡ് സ്ക്രീനിലോ നിങ്ങൾക്ക് ലഭിക്കും. ആ വീഡിയോ ഒന്ന് കണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം പലരും ചോദിക്കുന്നതാണ്, ഷോർട്ട് വീഡിയോസ് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഒരു ചാനൽ ഏകദേശം 15 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. അതിൽ 90% വീഡിയോകളും ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന വീഡിയോകളാണ്. ഷോർട്ട് വീഡിയോസ് മൊത്തം ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന, പക്ഷെ അതിൻ്റെ അകത്ത് ഇരുന്ന വീഡിയോക്കെല്ലാം നല്ല രീതിയിൽ റീച്ച് വരാം. അപ്പൊ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന ഒരു പ്രശ്നമല്ല. പക്ഷെ ചില കണ്ടന്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യത്തിലും വ്യൂ വരാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ചാനൽ, ഈ ഷിജോപി എന്ന് പറയുന്ന ചാനൽ, ഈ ചാനലിൽ നിന്നും ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കാറില്ല. ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, അങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വീഡിയോകൾ പോകുന്നുണ്ടെങ്കിൽ അത് റെക്കമെൻഡേഷനിലേക്ക് പോകുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവരുടെയും ചാനൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഇനി അത് എന്റെ തോന്നലാകാം. എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്യാറില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ മറ്റ് ഈ 2 ചാനലിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്യാത്തേ ഉള്ളൂ. ബാക്കി ചാനലുകളിലൊക്കെ തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് വീഡിയോകൾ പബ്ലിക് ആക്കാറുണ്ട്. അപ്പൊ ഷോർട്ട് വീഡിയോസ് മാക്സിമം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെയറബിൾ കണ്ടന്റുകൾ എടുത്ത് വീഡിയോ ചെയ്യുക. അതായത് നമ്മുടെ വീഡിയോ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് അവൻ 100 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ഷെയറിങ്ങിലൂടെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് പിന്നെയും റീച്ച് വരുന്നത്. അപ്പം ഷെയറബിൾ കണ്ടന്റ് ആണോ എന്ന് നോക്കി അങ്ങനെയുള്ള കണ്ടന്റുകളിൽ വീഡിയോകൾ ചെയ്യുക. അതിപ്പോ ഏത് കാറ്റഗറി ചാനലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയറബിൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കുറച്ച് പാടുള്ള പരിപാടിയാണ്. ഇത് തപ്പിപ്പിടിച്ച് ഷെയറബിൾ ആയിട്ടുള്ള കണ്ടന്റ് കണ്ടെത്തുക എന്നുള്ളത്. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ വിജയം. അപ്പൊ അത് കണ്ടെത്തി നിങ്ങൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുക. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ സാധാരണ യൂട്യൂബ് ഷോർട്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, SEO ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം യൂട്യൂബ് ഷോർട്സിൽ SEOയിലൂടെ വ്യൂ വരത്തില്ല, അല്ലാതെ ഷോർട്സ് ഫീഡിൽ നിന്നാണ് വ്യൂ വരുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പൊ യൂട്യൂബ് അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. SEO പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് വേണം യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ യൂട്യൂബ് ആപ്പിൽ ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേയധികം വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന വഴിക്ക് നിങ്ങൾ ഇവിടെ നോക്കിക്കൊള്ളുക. ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ആ SEO ആ ഒരു കീവേഡ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആ സെർച്ചിൽ എനിക്കിവിടെ ഷോർട്ട് വീഡിയോസും കയറി വന്നിട്ടുണ്ട്. അതിൽ എൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഹൗ ടു ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പിട്ട് ഒരു വീഡിയോ ആണ്. അതിവിടെ സെർച്ചിൽ വരുന്നുണ്ട്. മനസ്സിലായി? ഒരു യൂട്യൂബിൽ ഒരാൾ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ചിൽ നമ്മുടെ വീഡിയോ ഷോർട്ട് വീഡിയോസും കയറി വരും. അപ്പം പ്രോപ്പർ SEO വളരെ ഇമ്പോർട്ടന്റ് ആണ്. യൂട്യൂബ് ഷോർട്സിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് SEO ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആണത്. അടുത്ത ദിവസം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്കെങ്കിലും കംപ്ലീറ്റ് ആകണം. എന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.